നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല അവസരങ്ങളിലും ഭാഗ്യം കടന്നു വരികയോ ഭാഗ്യം തുണയ്ക്കുകയോ ചെയ്യാവുന്നതാകുന്നു. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം കടന്നു വരുമ്പോൾ അത് പല വഴികളിലൂടെയും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, പല കാര്യങ്ങൾ അനുകൂലമാവുക, അത്തരത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. അത്തരത്തിൽ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുക, ഭാഗ്യക്കുറിയിലൂടെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, സമ്മാനങ്ങൾ അത് പല വഴികളിലൂടെ ലഭിക്കുക, ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ലോട്ടറി ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. വിഷുബമ്പർ ലോട്ടറി ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നതിൻ്റെ അർത്ഥം മറ്റ് നക്ഷത്രക്കാർക്ക് ഭാഗ്യമില്ല എന്നല്ല. ഏതൊരു നക്ഷത്രക്കാരാണ് എങ്കിലും അവരുടെ ജാതകപ്രകാരം ശുഭകരമായ സമയമാണ് എങ്കിൽ, നല്ല സമയമാണ് എങ്കിൽ അവർക്ക് സാധ്യത വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ പൊതുഫലപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം അല്പം ഉയർന്നു നിൽക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കാം. നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ നറുക്കെടുപ്പിലൂടെ അത് ഭാഗ്യക്കുറി തന്നെയാകാം. അത്തരത്തിൽ ഭാഗ്യക്കുറിയിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഒരു നക്ഷത്രക്കാരായി തന്നെ ഇവർക്ക് മാറുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഭാഗ്യം ഇവരെ തുണയ്ക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ധനപരമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. വലിയ രീതിയിൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനയോഗം വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രക്കാരാകുന്നു. ഭരണി നക്ഷത്രക്കാർക്കും ഭാഗ്യം അല്പം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നറുക്കെടുപ്പിൽ വിജയങ്ങൾ, ഭാഗ്യക്കുറി അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ വിഷുബമ്പറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പോലും ഇവർക്ക് സാധ്യത അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് അല്പം ധനപരമായ ഉയർച്ചയ്ക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന സമയമാകുന്നു. കൂടാതെ ഈ സമയം മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങളും വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായും അല്ല ബിസിനസ് പരമായും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പോലും വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ലോട്ടറി ഭാഗ്യവും അനുകൂലമായി മാറുവാൻ സാധ്യത ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഭാഗ്യം അനുകൂലമാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. പ്രധാനമായും ഇവർക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് ലോട്ടറി ഭാഗ്യം, നറുക്കെടുപ്പിലൂടെ വിജയം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇവർ ലഭിക്കില്ല എന്ന് വിചാരിച്ച ധനം പോലും കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയാണ് കടന്നു വരിക. ലോട്ടറിയിലൂടെയും ഇവർക്ക് ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. വിഷുബമ്പർ പോലുള്ള കാര്യങ്ങളിലും ഇവർക്ക് സാധ്യത അല്പം കൂടുതൽ തന്നെയാണ് എന്ന് പരാമർശിക്കാം. ധനപരമായ കാര്യങ്ങൾ ഇവർ അല്പം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. കാരണം കയ്യിൽ ലഭിക്കുന്ന പണം അത് പല വഴികളിലൂടെ നഷ്ടമാകുവാനും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്കും സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം ഇവർക്ക് ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം.
ഒരു വലിയ തുക തന്നെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നത് പോലെ ധനപരമായ നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. വിഷുബമ്പർ പോലുള്ള ലോട്ടറികളിൽ ഇവർക്കും സാധ്യത അല്പം കൂടുതലുള്ള സമയം തന്നെയാകുന്നു. ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ് ഇവർക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. പല വഴികളിലൂടെയും ധനം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്ക് അല്പം സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ചതി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാകുന്നു. ഇവർക്ക് പ്രധാനമായും വിഷുബമ്പർ പോലുള്ള കാര്യങ്ങൾ, ലോട്ടറികളിൽ ഭാഗ്യം കടാക്ഷിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇത്. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് അല്പം സാധ്യതയുണ്ട്. ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും ഭാഗ്യം അനുകൂലമായി തീരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് ഇവർ. അതിനാൽ തന്നെ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ലോട്ടറിയിലൂടെയും കടന്നു വരാം. കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കുക, നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ നേടുക, മറ്റ് സമ്മാനങ്ങൾ ലഭിക്കുക, ഇതിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിഷുബമ്പർ പോലുള്ള ലോട്ടറി ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് ഉത്രം നക്ഷത്രം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇവർക്ക് ഭാഗ്യം കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം അനുകൂലമാകാം. ചെയ്യുന്ന പ്രവർത്തികൾ മൂലം ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് ഇവർ. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് പല വഴികളിലൂടെയും വന്നു ചേരാം. നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. തീർച്ചയായും ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ലോട്ടറി പോലുള്ള കാര്യങ്ങൾ അനുകൂലമാകാം. ഭാഗ്യം തുണയ്ക്കാം. പ്രധാനമായും വിഷുബമ്പർ പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. അഥവാ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പൊതുഫലപ്രകാരമാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം ദോഷസമയമാണ് എങ്കിൽ ഈ ഫലങ്ങൾ അനുകൂലമാകണം എന്നില്ല. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയം തന്നെയാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഭാഗ്യം അനുകൂലമാകുന്ന സമയം. പല കാര്യങ്ങളും ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത അല്പം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് എന്ന് തന്നെ പറയാം. പ്രധാനമായും വിഷുബമ്പർ പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്താം. പ്രധാനമായും ധനപരമായ ലാഭം വന്നു ചേരുന്നതിനോടൊപ്പം ശ്രദ്ധിച്ചില്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം അനുകൂലമാകുന്ന സമയമാകുന്നു. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. എന്നാൽ ഇവർ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചതി സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. എന്നിരുന്നാൽ പോലും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ്. പ്രധാനമായും ഇവരുടെ ജീവിതത്തിലേക്ക് ലോട്ടറി പോലുള്ള കാര്യങ്ങൾ അനുകൂലമാകുവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇവരുടെ ജീവിതത്തിലേക്ക് നറുക്കെടുപ്പിലൂടെ പല സമ്മാനങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കാം. എന്നാൽ വിഷുബമ്പർ പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇവർ പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ഇവരുടെ കർമ്മമേഖലയിൽ കൂടുതൽ സമയം ശ്രദ്ധിക്കുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി തീരാം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു.
ഈ സമയം ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ജീവിതത്തിലെ പല കാര്യങ്ങളിലും പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കുക. വിഷുബമ്പർ പോലുള്ള കാര്യങ്ങൾ, ലോട്ടറികൾ ഇവർക്ക് അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ധനപരമായ നേട്ടങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം ചെലവുകൾ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്.